Next topic is Medical Termination of Pregnancy Act. So മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പറയുന്നത് കുറച്ച് ചില പ്രഗ്നൻസീസിന്റെ ടെർമിനേഷനെ പറ്റിയാണ്. അതായത് പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ അബോർട്ട് ചെയ്യുന്നതിന്റെ കുറച്ച് കാര്യങ്ങളിൽ അതിന്റെ റിലേറ്റ് ചെയ്ത കുറച്ച് ലോസും റൂൾസും ആണ് ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിൽ വരുന്നത്. അപ്പോൾ പ്രഗ്നൻസി ടെർമിനേഷന് രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് തന്നെ ചെയ്യണം എന്നാണ് മെയിൻ ആയിട്ട് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിൽ പറയുന്നത്. പണ്ട് കാലങ്ങളിൽ മുന്നേയുള്ള സമയങ്ങളിൽ ഈ പ്രഗ്നൻസി ഡീൽ ചെയ്തിരുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരുന്നില്ല. നമ്മുടെ ഓരോ ഗ്രാമത്തിലും നാട്ടിലും ഒക്കെ എന്തായിരുന്നു അതിനെപ്പറ്റി വളരെ അറിയാത്ത അല്ലെങ്കിൽ ഇതൊന്നും ലൈസൻസ്ഡ് ആയിട്ട് പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരായിരുന്നു ഇത് മുന്നേ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരുപാട് മരണങ്ങൾ സംഭവിക്കുകയും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ ഇഷ്യൂസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് കൊണ്ടുവന്നത്. അപ്പൊ ഈ ആക്ടിനെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 ഇത് ഇനാക്ട് ചെയ്തത്. അപ്പൊ ഇത് ഇന്ത്യയില് ഹോൾ ഓഫ് ഇന്ത്യ ഇത് ആപ്ലിക്കബിൾ ആവുന്നുണ്ട് എക്സെപ്റ്റ് ജമ്മു കാശ്മീർ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഈ MTP ആക്ട് നിലവിലുണ്ട്. അപ്പൊ ഈ പ്രഗ്നൻസി ടെർമിനേഷന്റെ ഫസ്റ്റ് പ്രൊവിഷൻസ് IPC ഇന്ത്യൻ പീനൽ കോഡിൽ ഫോർമുലേറ്റ് ചെയ്തതാണ് 1960 IPCയിൽ വന്നിട്ടുണ്ട്. IPC സെക്ഷൻ 312 അനുസരിച്ച് ഈ പ്രഗ്നൻസി ടെർമിനേഷനെ മിസ്കാരേജ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു മദറിന്റെ അല്ലെങ്കിൽ വുമന്റെ ലൈഫ് സേവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ടെർമിനേഷൻ ആണെങ്കിൽ അതിനെ മിസ്കാരേജ് എന്നാണ് IPC സെക്ഷൻ 312 വഴി പറയുന്നത്. അതുപോലെ IPC സെക്ഷൻ 315 വഴിയിട്ടാണെങ്കിൽ ഒരു പ്രഗ്നൻസി വഴി കുഞ്ഞ് മരിച്ചു പോകും, അല്ലെങ്കിൽ അതെന്താണ് ഒന്നീ വയറ്റിൽ വെച്ച് തന്നെ മരിച്ചു പോകും, അല്ലെങ്കിൽ ബർത്തിന് ശേഷം മരിച്ചു പോകും, അതുവഴി മദറിന് ലൈഫ് സേവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടെർമിനേഷൻ കുഴപ്പമില്ല, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടെർമിനേഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് സെക്ഷൻ 315 വഴി. ഇപ്പൊ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് വന്ന 1971 റൂൾസ് വന്ന 1975 ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ റെഗുലേഷൻസ് വന്നു 2003 ഈ MTPയുടെ റെഗുലേഷൻസ് വന്നു. ഇതെന്ന് പറയുമ്പോൾ സർട്ടൻ പ്രഗ്നൻസിയെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആണ് നടത്തേണ്ടതെന്നും അതിനെ റിലേറ്റ് ചെയ്ത കുറച്ച് മാറ്റേഴ്സും ആണ് ഈ MTP ആക്ടിൽ പറയുന്നത്. അപ്പൊ ഈ ലോ ലിബറലൈസ് ചെയ്യുന്നത് കുറച്ച് ആസ്പെക്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്, അതായത് ഒരു പ്രഗ്നൻസി എന്തെങ്കിലും ഒരു സെക്ഷൽ ക്രൈം വഴിയാണ് ഉണ്ടാവുന്നതെങ്കിൽ, അതായത് റേപ്പ്, ഇന്റർകോഴ്സ് വിത്ത് ഒരു ലുനാറ്റിക് വുമനുമായിട്ടുള്ള ഇന്റർകോഴ്സ് ഒക്കെ വന്നിട്ടാണ് ഈ പ്രഗ്നൻസി വരുന്നതെങ്കിൽ അതിനെ അതിനെ ഒരു ടെർമിനേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് സൈഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഒരു ഹ്യൂമാനിറ്റി ആണത്. അപ്പോൾ അതൊരു ഹ്യൂമാനിറ്റി ആസ്പെക്റ്റിലാണ് ആ ഒരു ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എടുക്കുന്നത്. പിന്നെ ഹെൽത്ത് ആസ്പെക്റ്റിൽ എടുക്കുന്നത് പറയുമ്പോൾ ഒരു പ്രഗ്നൻസി കാരണം ആ ഒരു മദറിന്റെ ഫിസിക്കൽ അല്ലെങ്കിൽ ലൈഫിന് എന്തെങ്കിലും ത്രെട്ട് വരുവാണെങ്കിൽ ആ ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. അവിടെ ഹെൽത്ത് ആസ്പെക്ട് ആണ് അവിടെ പറയുന്നത്. യൂജനിക് ആസ്പെക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ചൈൽഡ് ഡെവലപ്പ് ചെയ്യുന്ന, അതായത് ഒരു പ്രഗ്നൻസിയിൽ ഉണ്ടായ ഒരു കുഞ്ഞിന് എന്തെങ്കിലും ഡിഫോമിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഡിഫക്റ്റ്, അതായത് ബർത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് അതിനുണ്ട് എന്ന് നമ്മൾ ഒരു ഈ പ്രഗ്നൻസി പീരീഡിൽ തന്നെ മനസ്സിലായി കഴിഞ്ഞാൽ അത് നമുക്ക് ടെർമിനേറ്റ് ചെയ്യുന്നതിൽ അതിന് നിയമത്തിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ MTP ലോ ലിബറേറ്റ് ചെയ്യുന്ന കുറച്ച്, അല്ലെങ്കിൽ ഈ ലോ ലിബറൈസ് ചെയ്യുന്ന കുറച്ച് ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ്, ഹെൽത്ത് ആസ്പെക്ട്സും യൂജനിക് ആസ്പെക്ട്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അംഗീകരിക്കുന്നത്. പക്ഷെ ഒരുപാട് കേസുകളിൽ വെറുതെ ഒരു ടെർമിനേഷൻ അല്ലെ ഒരു അബോർഷൻ നടത്തുക എന്നുള്ളത് ഒരിക്കലും ലോ അക്സെപ്റ്റ് ചെയ്യില്ല. ഈ ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. അതായത് ഒരു മെറ്റേണൽ ഹെൽത്തിന്റെ കേസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അതായത് അൺസേഫ് ആയിട്ടുള്ള അബോർഷൻസ് ഒരുപാട് നടക്കുന്ന കേസിൽ ഒരു മെറ്റേണൽ ഹെൽത്ത് കേസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ട് വരുന്നത്. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനും മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി റേറ്റ് കുറയ്ക്കാൻ. അതായത് മുന്നേയുള്ള കാലങ്ങളിൽ ഈ അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഈ പ്രഗ്നൻസി ടെർമിനേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് വഴി അമ്മയും കുഞ്ഞും ഒരുപാട് മരിച്ചു പോയിട്ടുണ്ട്. അത് ഒരുപാട് ആൻഷ്യന്റ് ടൈമിൽ അങ്ങനെ ആയിരുന്നു നടന്നിരുന്നത്. ഒരുപാട് മദേഴ്സിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു സീരിയസ് കേസിൽ അവര് ഹൈ ബ്ലീഡിങ് വഴി എന്ത് ചെയ്യും, അവര് മരിച്ചു പോവുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നിന്നൊക്കെ നമ്മുടെ സൊസൈറ്റിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്
ഈ MTP ആക്ട് ഗവൺമെന്റ് ഇനാക്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ആക്ട് വഴി എന്ത് ചെയ്തു, അബോർഷൻ സർവീസിനെ ലീഗലൈസ് ചെയ്തു, ലീഗലായിട്ടുള്ള കാര്യത്തിലോട്ട് മാറ്റി. അതായത് അവരുടെ ഓരോ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് അബോർഷൻ എന്ത് ചെയ്തത്, അത് ലീഗൽ ചെയ്തത്. ഇപ്പോ ഒരു അബോർഷൻ ചെയ്യേണ്ടാത്ത കണ്ടീഷൻ ആണ്, എന്നിട്ട് അവർ അബോർഷൻ ചെയ്തു. ഇപ്പൊ കുഞ്ഞിനെ ഇപ്പോ സെക്സ് ഡിറ്റർമിനേഷൻ പോലെ തന്നെ കുഞ്ഞിനെ വേണ്ട എന്നുള്ള ഒരു കേസ് വരുമ്പോൾ അവർ അബോർഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, ലോയില് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ശിക്ഷ കിട്ടുന്ന ഒരു കേസ് തന്നെയാണ്. പക്ഷെ ഒരു എന്തെങ്കിലും ഈ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്, ഹെൽത്ത് ആസ്പെക്ട് അല്ലെങ്കിൽ ഒരു യൂജനിക് ആസ്പെക്ട് വഴിയുള്ള അബോർഷൻ ആണ് എങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് കുഴപ്പമില്ല, അത് എന്താണ്, അലവബിൾ ആണ്. അക്കോർഡിംഗ് ടു ദ ലോ ഇറ്റ് ഈസ് അലവബിൾ. ഇപ്പൊ ഈ MTP ആക്ട് വഴി എന്ത് ചെയ്യാം, സേഫ് ആയിട്ടുള്ള അബോർഷൻ സർവീസ്, വുമൻസിന് സേഫ് ആയിട്ടുള്ള അബോർഷൻ സർവീസ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഈ MTP വഴി നമ്മുടെ ഈ ടെർമിനേഷൻ നടത്തുന്ന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് IPC സെക്ഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റും, അവരെ കുറച്ചുകൂടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇപ്പൊ ഈ ഡോക്ടേഴ്സിന്റെ ശ്രദ്ധ കുറവ് കൊണ്ടല്ല എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടായതെങ്കിൽ അത് അവര് എന്ത് ചെയ്യാൻ പറ്റും, അവരെ നമുക്ക് അക്കോർഡിംഗ് ടു IPC സെക്ഷൻ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, ഈ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. സെക്ഷൻ 315 to 316 ഈ ഒരു പ്രൊട്ടക്ഷന്റെ കേസ് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് MTPയുടെ. ഈ ഒരു MTP ആക്ടിൽ കുറച്ച് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഗാർഡിയൻ. ഗാർഡിയൻ എന്ന് പറയുമ്പോൾ ഒരു മൈനർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെന്റലി ഇൽ പേഴ്സണെ സേഫ് ഗാർഡ് ചെയ്യുന്ന, അവരെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് ഗാർഡിയൻ എന്ന് ഈ ആക്ടില് വിശേഷിപ്പിക്കുന്നത്. മെന്റലി ഇൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു മെന്റൽ ഡിസോർഡറിന്, എന്തെങ്കിലും ഒരു മെന്റൽ ഡിസോർഡറിന് ട്രീറ്റ്മെന്റ് വേണ്ട ഒരു പേഷ്യന്റിനെയാണ് മെന്റൽ ഇൽ പേഴ്സൺ എന്ന് പറയുന്നത്. അവര് മെന്റൽ റിട്ടാർഡേഷൻ ഉള്ള ആൾക്കാരല്ല. മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ ബുദ്ധിമാന്യം ഇരിക്കുമ്പോഴേ ഒരു ബുദ്ധിമാന്യം ഉള്ളവരെ അല്ല മെന്റൽ ഇൽ പേഴ്സൺ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു മെന്റൽ ഡിസോർഡർ ഉണ്ടാവുന്നു, അതിന് ട്രീറ്റ്മെന്റ് വേണ്ടുള്ള പേഷ്യന്റാണ് മെന്റലി ഇൽ പേഴ്സൺ എന്ന് പറയുന്നത്. മൈനർ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ മെജോറിറ്റി ആക്ടിന് അടിയിൽ വരുന്നത് തന്നെയാണ്. അതായത് നമ്മുടെ നോർമൽ കേസിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് മൈനർ ആയിട്ട് വരുന്നത്. രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആണ്, അവർക്ക് എന്തുണ്ടാവണം, രജിസ്റ്റേർഡ് അല്ലെങ്കിൽ മെഡിക്കൽ ലൈസൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പറയുന്ന രീതിയിലുള്ള ഒരു മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിനെയാണ് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് ഈ ആക്ടിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ നെയിം എന്ത് ചെയ്യണം, സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്ററിൽ എൻറ്റേർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പീരിയൻസും ട്രെയിനിങ്ങും ഉണ്ടായിരിക്കണം. ഇതിപ്പോ ഈ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ അവര് ഏത് ഡിപ്പാർട്ട്മെന്റിലുള്ള ട്രെയിനിങ്ങും എക്സ്പീരിയൻസ് ആണ് അവർക്ക് വേണ്ടത്, ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്റെട്രിക്സിലുള്ള ട്രെയിനിങ്ങും എക്സ്പീരിയൻസും ആണ് ഈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ, അതായത് ഈ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്ന RMPക്ക് വേണ്ടത്. ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ്, അതായത് സർജിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു പ്രഗ്നൻസിയെ ടെർമിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഹോസ്പിറ്റൽ, ഈ ഒരു ആക്ടിൽ പറയുന്ന ഹോസ്പിറ്റൽ മീൻ ചെയ്യുന്നത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയുള്ള ഹോസ്പിറ്റലാണ്. അത് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും റെഗുലേഷൻ 5 അനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രജിസ്റ്ററിനെയാണ് അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറയാ. അപ്രൂവ്ഡ് പ്ലേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ MTP നടത്താൻ വേണ്ടി അപ്രൂവ് ചെയ്ത, അതായത് കുറച്ച് പാരാമീറ്റേഴ്സ് ഈ MTP ആക്ടിൽ പറയുന്നുണ്ട്, അത് ഫോളോ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് MTP അപ്രൂവ്ഡ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ MTP റൂൾസ് 1975 സെക്ഷൻ 4 ഈ പ്ലേസിനെ പറ്റി പറയുന്നത്. ഓണർ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ പറഞ്ഞു ഇപ്പൊ അപ്രൂവ്ഡ് പ്ലേസ്, ഈ പ്ലേസിന്റെ ഓണർ, അതായത് ഈ MTP ചെയ്യാനായിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ള പ്ലേസിന്റെ ഓണറിനെയാണ് ഇവിടെ ഓണർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവര് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കിങ്ങിലോ ഹോസ്പിറ്റൽ മെയിൻ്റെനൻസിലോ ഉള്ളതൊക്കെ ഹെഡ് ആയിരിക്കാം, റെസ്പോൺസിബിൾ ഉള്ള ആളായിരിക്കാം. അത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഓണർ എന്നാണ് പറയുന്നത്. പ്ലേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു ടെന്റ് ആവാം, വെഹിക്കിൾ വെസൽ എന്തും ആവാം, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് ആവാം, അല്ലെങ്കിൽ എന്താ ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കിന്റെ ഒക്കെ ഒരു പാർട്ട് ആവാം. അപ്പൊ ഇങ്ങനെയുള്ള പാർട്ടുകൾ ഏതാണെങ്കിലും അത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്ലേസ് എന്നാണ് ഈ ആക്ടില് പറയുന്നത്.